വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് വെരി വെരി. അപ്പൊ കുറെ നാളായില്ലേ നമ്മളെ കുറച്ച് കുശലങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും ഒക്കെ. അപ്പോൾ കുറെ നാൾ മുന്നേ, അതായത് ഒരു 2-3 വർഷത്തിന് മുന്നേ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാനൊരു എൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അതിനൊരു 2.2K സംതിങ് എനിക്ക് വ്യൂസ് കാര്യങ്ങളും അത്യാവശ്യം കുറച്ച് ലൈക്ക് കാര്യങ്ങളും കമന്റ്സ് ഒക്കെ വന്നൊരു സെക്ഷൻ ആയിരുന്നു അത്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ക്രിറ്റിസിസംസും വന്നിട്ടുണ്ടെന്ന് എനിക്ക് നാണമില്ലേ അതില്ല ഏതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ഒക്കെ വന്നിട്ട് എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ആ വീഡിയോ പോയി ഒന്ന് കാണണം കേട്ടോ. എന്റെ ആ കളക്ഷൻ നിങ്ങൾ കാണണം. ഇന്ന് അതിന്റെ 2ാമത്തെ ഭാഗമാണ്. ഓ മൈ ഗോഡ്, ഇത്രയില്ലേ. അപ്പം വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇടുന്ന എന്തെങ്കിലുമൊക്കെ വളിപ്പൊളിപ്പ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കണ്ടന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുമുണ്ട്. ഓക്കെ, ഞാനും ഇതുപോലെ കുറച്ച് മണിയൊക്കെ സ്പെൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ അതിങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ എനിക്കും ഒരു മനസ്സുഖം, നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സുഖം കിട്ടാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെയാണ് ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നു. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും വളരെ ഉപകാരമായിരുന്നു. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്ത് പറയുന്നു, നിങ്ങൾ റെഡിയാണോ ഗൈസ്? ലെറ്റ്സ് ഗോ, കം ഓൺ ഗൈസ്. എന്ത് പൊന്നോ, കവറെല്ലാം കൂടെ കണ്ടാലും പേടിക്കൊന്നും വേണ്ട. ഇത് ഇത്രയും എന്റെ കളക്ഷൻ ആണ്. കുറച്ചു പേർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായി കാണും ഇത് എന്തിന്റെ കളക്ഷൻ ആണെന്നുള്ളത്. സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഇതെല്ലാം എന്റെ എന്ത് കളക്ഷൻ ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? യാ, ദീസ് ആർ മൈ ബ്രാലറ്റ് കളക്ഷൻസ്. ഓക്കെ, ഐ ഹാവ് ദീസ് മച്ച് ഓഫ് ബ്രാലറ്റ് കളക്ഷൻ സീരിയസ്ലി, ആൻഡ് ഐ എം ലവ് വിത്ത് ഓൾ ദീസ് പ്രൊഡക്ട്സ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? എന്താ പറയുന്നു? കം ഓൺ. ചടാ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് നല്ല ഒരു ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലിറിക്ക സംതിങ് അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു മെറ്റീരിയലിന്റെ പേര്. അപ്പൊ നല്ല ഒരു നമ്മുടെ ജേഴ്സിയുടെ ഒക്കെ മെറ്റീരിയൽ ഇല്ലേ, അതുപോലത്തെ സാധനമാണ്. ഇതിന്റെ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ബ്രാലറ്റ് ആണ്. ബ്രാലറ്റ് കം ക്രോപ്പ് ടോപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു ഹൈ വേസ്റ്റ് ജീൻസിന്റെ കൂടെയൊക്കെ ഇതിങ്ങനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, ഓക്കെ, ലുക്ക് അറ്റ് ദ ബാക്ക് സൈഡ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ് വരുന്നത്. നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, കംഫർട്ടബിൾ ആണ്. ഇട്ടിട്ടുണ്ടെന്നേ അറിയത്തില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് പാഡഡ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? സെറ്റ് അല്ലേ? ഈ കളർ നല്ല അടിപൊളിയായിട്ടില്ലേ? ഇതിന്റെ വേറെ കുറെ കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ റെഡ്, ലൈറ്റ് ഗ്രേ, അത് ഇത് കുറെ സാധനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എനിവേ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, ഇതിന്റെ കളറിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഒരുമാതിരി ഓറഞ്ചും അല്ല മഞ്ഞയും അല്ലാത്ത രീതിക്കുള്ളൊരു ഓരോരോ ബ്രാലറ്റ് ആണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പാഡഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ നെക്ക് ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഉണ്ട്. എയർ ഹോൾ ആണ് ഗൈസ്, ഇവിടെ കാറ്റൊക്കെ കയറും. ആൻഡ് ദിസ് ഈസ് ദ ബാക്ക് പോർഷൻ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ഇലാസ്റ്റിക് ഒക്കെ ഉള്ള നല്ല വള്ളിയും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് ഇതിന്റെ ഈ ബാക്ക് പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ലൈക്ക് ഒരു ബീച്ച് വെയർ ടൈപ്പ് സാധനങ്ങളുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ ഇത് അടിപൊളിയായിരിക്കും തോന്നുന്നു. ഐ ലവ് ദിസ് വൺ. ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. സോ ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഈ കളറിലുള്ളൊരു ഹാർട്ട് ഇടണം കമന്റിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ തേർഡ് വൺ. ഇത് വന്നിട്ട് ലൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ബ്രാലറ്റ് ആണ്. ഇതിന്റെ പിറകു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഈ സ്ട്രാപ്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതും നല്ല സ്ട്രെച്ചബിൾ ആണ്. ഓക്കെ, ഇതും പാഡഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതും നമ്മുടെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ടീഷർട്ടിന്റെ ഒക്കെ അകത്തോ അല്ലെങ്കിൽ ടോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഇട്ടുകൊണ്ട് നടക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇങ്ങനെയും ഇടാവുന്നതാണ്. ഞാൻ മോസ്റ്റ്ലി ഈ ട്രാൻസ്പെറന്റ് ഐറ്റംസിന്റെ ഒക്കെ ഉള്ളിലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സെറവൽ എനിക്കൊരു ഡിസ്കംഫർട്ട് ആണ്. എന്നിരുന്നാലും ഫൈൻ, ഇറ്റ്സ് എ കൂൾ വൺ. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തൊന്ന് പറയണം കേട്ടോ.
സോ ഇതാണ് നമ്മുടെ നാലാമത്തെ ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത്. സോ ഇത് ഒരു കോംബോ സെറ്റ് ആയിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ദീസ് ആർ കംസ് ഇൻ 4 ഷെയ്ഡ്സ്, അല്ലെങ്കിൽ ഈ ഒരു പാക്കിനകത്ത് 4 കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 3 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ലാത്തതാണ് കേട്ടോ, ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ ഇതെടുത്ത് ഇട്ടത്. ഇതിന്റെ നമുക്കൊരു നേവി ബ്ലൂ അല്ല, നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ എന്ന് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, എല്ലാം ഒരേ മോഡലിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. ആക്ച്വലി ദിസ് ഗോസ് വിത്ത് ദിസ് പാൻറ് വെരി വെൽ. ലൈക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവാറുണ്ടെന്ന് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സും എനിക്ക് പറയാറുണ്ട്. അപ്പം ഇതാണ് ഇങ്ങനെ വീനക്കാണ് വരുന്നത്. ഇത് ലൈക്ക് ഒരു എന്താ പറയുക, ലേസാണ്, പ്രിന്റഡ് എന്നല്ല പറയുന്നത്, ഇതിനെ ലേസ് തന്നെയല്ലേ പറയുന്നത്. അതെ, എലാസ്റ്റിക്കബിൾ ആയിട്ടുള്ള, എലാസ്റ്റിസിറ്റി ഒക്കെ ഉള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലേസ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതിലിങ്ങനെ ഡബിൾ സ്ട്രാപ്സ് വരുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറവലെ കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 ഡിസൈനൊക്കെ വരും. ഓക്കെ, സോ ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ മറ്റേ ജാക്കറ്റ്, ഓവർകോട്ട്, എന്താ പറയുമല്ലോ അതിനെ, ബ്രാസേഴ്സോ എന്തോ ഒരു സാധനം, അല്ല ബ്രാസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പല്ലിലിടുന്ന സുനിയിലോ, എന്തോ ഒരു സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഈ ഇങ്ങനെ തന്നെ അതിൻ്റെ സാധനം വരുന്നത്, മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ആ സുനിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ കിട്ടും. അല്ലാതെ ഇങ്ങനെയൊക്കെ നമുക്ക് ക്രോപ്പ് ടോപ്പ് പോലെ വിയർ ചെയ്യാം. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്കേർട്ടിൻ്റെ കൂടെ നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാരിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്ലൗസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ പേഴ്സണലി ലവ്ഡ് ദിസ് വൺ. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കളറുള്ള ഹാർട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ 4th വൺ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ 5th വൺ. അപ്പം ഇതും വന്നിട്ട് കോംബോ പാക്ക് ആയിട്ട് ഞാൻ ടെർമോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു സ്പോർട്സ് ബ്രാ പോലത്തേക്ക് ഒരു സെറ്റപ്പിലുള്ള സാധനമാണ്. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും യൂസേജ് വലുതായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമലി ഈ ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബ്രാ യൂസ് ചെയ്യുന്ന കുറവാണ്. കാരണം അത് ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കും, ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ കപ്പ് സൈസ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാറില്ല. കപ്പ് സൈസ് കറക്റ്റ് ആകുമ്പോൾ ബാക്കിൽ എനിക്ക് സൈസ് ആവത്തില്ല, ടൈറ്റ് ആയി പോവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് കൊണ്ട് ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിൽ നോർമലി കുറച്ച് അൺകംഫർട്ടബിൾ ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ബ്രാലറ്റ്സിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ആയത്, അല്ലെങ്കിൽ മൂവ് ഓൺ ആയത്. അതുകൊണ്ടാണ്. സോ ഇതും കോംബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതൊരു 4 കളർ 5 കളർ എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് കോംബോയിൽ. ഇതൊരു ഗ്രേ ആണ് അതിന്റെ സെയിം പിങ്ക് ഉണ്ട്, പിന്നെ അതിന്റെ വൈറ്റ് കളറും ഉണ്ടായിരുന്നു. വൈറ്റ് കളർ ഞാൻ കഴുകി എടുത്ത് എവിടെ വെച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട്. ഇങ്ങനെ നമുക്കൊരു ഡീപ്പ് യു ഷേപ്പിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇതും പാഡഡ് ആണ് വരുന്നത്, സെമി പാഡഡ് ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള പാറ്റേണിലാണ് നമുക്ക് ഇതിന്റെ എന്താ പറയുക, ബാക്കിലത്തെ സ്ട്രാപ്സ് ഒക്കെ വരുന്നത്. പണ്ടാറടങ്ങനെ ഇത് എങ്ങനെയാണ്, ഇതിങ്ങനെ ഗുണനം പോലെയൊക്കെ ഇരിക്കുക. ചൈനീസ് പെമ്പിള്ളാരോ ആരൊക്കെ ഇട്ടിട്ടാണ് അതിന്റെ മോഡൽസ് ഒക്കെ ഫോട്ടോസ് ഒക്കെ ഇട്ടേക്കുന്നത്. അതിനകത്തൊക്കെ അതിങ്ങനെ കറക്റ്റ് എക്സാക്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ ഇടുമ്പോഴത്തേക്കിനും ഇത് എക്സ് ആണോ വൈ ആണോ ഇസഡ് ആണോ എന്ന് അറിയാൻ മേലാത്ത ഓരോരുത്തരും ഇരിക്കുന്നത്. സോ ഇത് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കണ്ടിട്ട് പറയുക. എനിക്കൊന്ന് ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ കുറച്ച് നല്ലതായിരിക്കും, സപ്പോർട്ടൊക്കെ തരും. എനിക്ക് പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സപ്പോർട്ടൊന്നും ഇല്ല, ഉള്ള സപ്പോർട്ടൊക്കെ മതി എന്ന് പറഞ്ഞാൽ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ 5th വൺ കമന്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ദിസ് ഈസ് ദ കൂളസ്റ്റ് വൺ. ഓക്കെ, ഐ ഹാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി രാമചന്ദ്രനിൽ നിന്നെന്തോ വാങ്ങിച്ചതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കാം, 120 നിന്നോ വല്ല ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും. പക്ഷേ എവിടെ നിന്നാണെന്നുള്ളത് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. പക്ഷേ ഒരു വർത്ത് പ്രോഡക്റ്റ് ആയിരുന്നു. കാരണം ചീപ്പ് റേറ്റിലെന്തോ വാങ്ങിച്ചതാണ്, പക്ഷേ വർത്ത് പ്രോഡക്റ്റ് ആണ്. കാരണം നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലുള്ള ഒരു ബ്രാലറ്റ് ആണ് ഇത്. നല്ല സ്ട്രെച്ചബിൾ ആണ്, അതുപോലെ തന്നെ നല്ല ഒരു നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ ഒന്നുമില്ല, പക്ഷെ നല്ല കംഫർട്ടാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിന്റെ ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ബാക്ക് സൈഡ് നെക്ക് വരുന്നത്. നല്ല കംഫർട്ടാണ് ഇടാനെ കൊണ്ട്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സുഖമാണ്, പാഡഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാലറ്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് കമന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ 6th വൺ എണ്ണമൊക്കെ മാറിപ്പോവും, നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ മറ്റൊരു ബ്രാലറ്റ്. ഇതും വന്നിട്ട് നമുക്ക് ലൈക്ക് ഒരു സ്പോർട്സ് ജിം വെയർ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം അത്ര നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ വരാമേ.
സോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് വൺ ആണ് കേട്ടോ. ആക്ച്വലി എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ആണ്, അതുകൊണ്ടാണ് ഓരോന്നും എൻ്റെ ഫേവറേറ്റ് ആവുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഈ ആക്ച്വലി ഇതിൻ്റെ ഒരു ഡിസൈനും ഈ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒക്കെ ബേസിസിലാണ് ഇത് എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഞാനൊരു 2-3 വട്ടമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദുബായിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. 10 dirhams സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതും പാരഡായിട്ടാണ് വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, കാരണം എൻ്റെ ദാരിദ്ര്യത്തിന് ഞാൻ നോർമലായിട്ട് നിന്നിട്ട് ഇങ്ങനെ പൊങ്ങിയൊന്നും നിൽക്കത്തില്ല. ഓക്കെ, വട്ട് വെട്ടി. സോ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മുടെ നല്ല ടീഷർട്സിന്റെ ഒക്കെ അതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ ഇതാണ് ദ 7th വൺ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണം കേട്ടോ, 7th വൺ എന്ന് മറക്കരുതേ. പറഞ്ഞ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് കാണാം. സോ ദിസ് ഈസ് ദ 8th വൺ, ലൈക്ക് ദിസ് വൈറ്റ് വൺ. ഇതും എനിക്ക് നല്ല പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ബിക്കോസ് ഓഫ് ദിസ് നെക്ക് ഡിസൈൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ലൈക്കായ ഒരു സാധനമാണിത്. ആൻഡ് വാട്ട് ടു സേ, ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ലവ് ദിസ് വൺ. അത്രയേ ഉള്ളൂ. ഞാനിത് മോസ്റ്റ്ലി സാരിയുടെ കൂടെ ബ്ലൗസായിട്ടാണ് കൂടുതലും പെയർ ചെയ്യുന്നത്. കൈൻഡ് ഓഫ് ബീച്ച് വെയർ ടൈപ്പ് സാധനമാണിത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റാമ്പ് വാക്കിലോ എന്തോ കാര്യത്തിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് റൈറ്റ് നൗ, എനിക്ക് തോന്നുന്നു ഒരു 2023 2022 സംതിങ് ആ ടൈമിൽ എന്തോ ആണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് സ്റ്റിൽ ഒരു കേടുപാടുകളും ഇല്ലാതെ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അത് കേടുപാടൊന്നും ഇല്ലാതിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ബാക്ക്ലെസ് ആയിട്ടൊക്കെ ഉള്ള അടിപൊളി ഒരു സാധനമാണ്. ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ്. ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് വാവ് തിങ്. അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് വന്നിട്ട് ഒരു ട്യൂബ് ബ്രാലറ്റ് ആണ്. ഇതും പാരഡായിട്ടാണ് വരുന്നത്. നല്ല ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് എനിക്ക് ഇവിടെ ഇച്ചിരി മാംസമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇത് ഇടുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ ഇരിക്കും, ഈ സ്ലീവ്ലെസ് ഡ്രസ്സോ അല്ലെങ്കിൽ ഓഫ് ഷോൾഡർ ഡ്രസ്സോ ഒക്കെ ഇടുമ്പോഴത്തേക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണിത്. പക്ഷേ എനിക്ക് ഈ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ, ഈ ഇവിടെ ഇങ്ങനെ ബിളുക്കും ഇരിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇനി അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഈ CBC ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എടുത്തിടുവന്നേ ഉള്ളൂ. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് മെലിഞ്ഞിട്ടൊക്കെ ഇരിക്കും. മെലിഞ്ഞിട്ട് അത്യാവശ്യം ബസ്റ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതായിരിക്കും തോന്നുന്നു. നല്ല സപ്പോർട്ടീവ് ഒക്കെയാണ്. ബട്ട് എനിക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനിത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. ബട്ട് നൈസ് വൺ സാധനമാണിത്. കളക്ഷനിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. കാരണം എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആവേശം കാണില്ല. ആ ആവേശത്തിൽ വാങ്ങിച്ചൊരു സാധനമാണിത്. ഓക്കെ, സോ ഇതാണ് 9th വൺ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 9th വൺ ആണോ 10th വൺ ആണോ എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആയി. ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. സോ ദിസ് ഈസ് ദ 10th വൺ. ഇത് നിങ്ങൾ നേരത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസ് എന്തൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്, പോസ്റ്റൊക്കെ സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വന്നിട്ട് രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വെറും 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ അകത്തെന്തോ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് പോലത്തെ ഒരു ഇതാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ മാത്രമാണ് കവറേജ് ഉള്ളത്. പക്ഷെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം, ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയൊക്കെ നോക്കിയാലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വണ്ണിലുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ 10th വൺ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അല്ലെങ്കിൽ ബ്ലാക്കും ബ്ലൂ ഹാർട്ട് അങ്ങോട്ട് ഒരുമിച്ചിട്ട് ഞാൻ കാണട്ടെ. ഇതും നമുക്ക് എന്താ പറയുക, സ്പോർട്സ് വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 11th വൺ. ഇതും നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പ്രദർശിപ്പിക്കുകയാണ് ഗൈസ്. കാണൂ എന്റെ കളക്ഷൻ നിങ്ങൾ കാണണം, കണ്ടേ പറ്റുള്ളൂ, നിർബന്ധമാണ്. ഓക്കെ, സോ ഇത് വന്നിട്ട് ഞാൻ കൂടുതലും സാരിക്ക് ഒരു ബ്ലൗസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ആ സാരിയുടെ കൂടെ വന്ന വിത്ത് ബ്ലൗസ് കൊള്ളത്തില്ലായിരുന്നു. തയ്ക്കാനും ആ മെറ്റീരിയൽ കൊള്ളത്തില്ല. ആ സാരിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിത്ത് ബ്ലൗസ് ആണ് എൻ്റെ കൂടെ കിട്ടിയത്. മീശോക്കാരെ അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല പണികൾ തരും. അപ്പോൾ അതിന്റെ മാച്ചിങ്ങിനുള്ളതൊന്നും ഞാൻ പിന്നെ തപ്പിയും പോയില്ല. ഇതും അതും നോക്കിയപ്പോൾ നല്ല കോമ്പിനേഷൻ. അവർ അമ്മ അങ്ങ് സെറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ജോഡിപ്പുരത്തെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ഇതാണത്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സാരി ഉടുത്ത് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അത് കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ.
അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അത് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്കിങ്ങനെ കുറച്ച് ഡീപ്പ് ആൻഡ് വൈഡ് നെക്കൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, തുണി എടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഈ കളറിലെ ഹാർട്ട് ഒന്ന് കമന്റ് ഇടും, ഞാൻ കാണട്ടെ. സോ ഗൈസ്, അടുത്ത ചിത്രശലഭം ബട്ടർഫ്ലൈ. എനിക്കിത് കാണുമ്പോൾ മറ്റേ ദിലീപിന്റെ മറ്റേ പച്ചക്കുതിരക്കകത്ത സെറ്റപ്പ് ഓർമ്മ തന്നെ, ബട്ടർഫ്ലൈ ആ സാധനം പോലെയൊക്കെ എനിക്ക് തോന്നിയത്. ഇതും ഒരു കഴപ്പ് മൂത്ത് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് ഗൈസ്. ചുമ്മാ ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് കണ്ടു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ 2 ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊന്ന് എനിക്കൊന്നൊന്നും പറഞ്ഞ് എടുത്തു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ദൈവം ഇട്ട് തന്നെ നോക്കുന്നത്. വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 1 വർഷത്തോളം ആവും. കഴിഞ്ഞ വർഷം എന്തോ വാങ്ങിച്ചതാണ്, ഇതുവരെ ഇട്ടിട്ടില്ല, ഇന്നാണ് ഇടുന്നത്. പക്ഷെ ഇട്ടപ്പോൾ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്. തെറ്റാ മറ്റോ എങ്ങോട്ടൊക്കെയാണ് കണക്ഷൻ കുഴപ്പമാക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഈ പണ്ട് ഈ മേഖലയിലും താഴെയൊക്കെ കുറെ ഇത് തന്നിട്ട് ചേരുംപിടി ചേർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരയ്ക്കത്തില്ല നമ്മള്, അതുപോലത്തെ ഒരു സാധനമാണ്. എനിക്ക് ഇത് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും തോന്നിയത് ഭയങ്കരമായിട്ട് നൊസ്റ്റു ഫീൽ ചെയ്തു എനിക്ക്. മനസ്സിലേ വേണ്ട, നമ്മൾ ട്രാക്ക് മാറുന്നു. അപ്പം ഇതാണ് മറ്റൊരെണ്ണം, ഇത് 12ാമത്തതാണ്. അപ്പം ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ്. ക്രിസ്മസിനൊക്കെ വേണമെങ്കിൽ ഇടാൻ തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ക്രിസ്മസിനാവട്ടെ ആലോചിക്കാം. നമുക്ക് ഈ കളറിലൊരു പാൻറ്റോട് എടുക്കണം, മെറൂൺ കളർ പാൻറ്റോട് ഇട്ടിട്ട് നമുക്ക് ഡ്രസ് കോഡ് ആക്കാം. ഇപ്പൊ കോഡായനെ, കോഡ് സെറ്റ് ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാന്ന് തോന്നുന്നു. എന്റെ ബുദ്ധി വിമാനമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് അപ്പൊ പറയാൻ മറന്നു, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഹാർട്ട് ഇടണേ, അല്ലെങ്കിൽ 12 വന്ന് കമന്റ് ചെയ്. ചുമ്മാ ഒരു സന്തോഷം എനിക്ക്. സോ ഇതും ഓൾഡ് ആണ്, ബട്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ അവരിൽ നിന്ന് വാങ്ങിച്ചത്. അവരിൽ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് മാത്രമേ പെൻഡിങ് ഉള്ളൂ, ബാക്കിയൊക്കെ എവിടെ കണ്ടൊക്കെ പോയി. ഒരെണ്ണം ഒരു കൂട്ടുകാരിക്ക് ഒരു ദിവസം ഇടാൻ കൊടുത്ത് പിന്നെ ഞാനത് കണി പോലും കണ്ടിട്ടില്ല. പിന്നെ ഒരെണ്ണം ഏറെക്കുറെ നശിച്ചു, അത് എൻ്റെ ബാക്കിലത്തെ ഇലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയി. ഇത് മാത്രമേ ഇപ്പം ജീവനോടെ ഉള്ളൂ. എനിക്കൊന്ന് 5 വർഷത്തോളമെങ്കിലും ആയി കാണുന്നത് ഞാൻ വാങ്ങിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് ഇതിന്റെ ബാക്കിലത്തെ ഈ ഒരു ലേസ് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇതിന് മുന്നേ ഞാൻ കാണിച്ച 1-2 പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇടുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക കംഫർട്ടാണ്, നമുക്ക് ഒരു സുഖമുണ്ട് ഇടുമ്പോഴത്തേക്കിനും. പിന്നെ ഈ നെറ്റിന്റെ ഈ ഒരു ഡിസൈൻ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, കാരണം ടാറ്റു ഒക്കെ കാണാൻ പറ്റും. ഏത് പോവിടുന്ന് ഇത് നമുക്ക് ലെഗ് സ്കേർട്ടിന്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാം, ഇതുപോലെ ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാരിയുടെ കൂടെ ബ്ലൗസ് ഒക്കെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ അധികം അത് ട്രൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പിന്നൊക്കെ കുത്തുമ്പോ മേ ബി ഇതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. സോ ഇതാണ് 13ാമത്തത്. നമ്പർ മറന്നു പോകരുത്, ഓർമ്മ. ഞാൻ വല്ല സന്തോഷ് പ്രേമി വാങ്ങിച്ച് തിന്നാൻ പോവാം. ഭയങ്കരമായിട്ട് മറവി എനിക്ക് വയ്യ, എനിക്ക് അൽഷിമിസ് വേണ്ട, വായി കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞ് എന്തിനു നമ്മൾ കഷ്ടപ്പെടണം. അപ്പൊ എന്തോ ആയാലും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പിന്നെ പുതിയത് വാങ്ങിക്കും. സോ ഗൈസ്, ഇതാണ് 14ാമത്തത്. ഇതും എനിക്ക് തോന്നുന്നു ഓൾഡ് കളക്ഷനിലുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ബുദ്ധിമാന്യം, പക്ഷെ ബുദ്ധിമാന്യമല്ല, മറവിയൊക്കെ ഉള്ള കൂട്ടത്തില്ല, വയസ്സായില്ലയോ. അപ്പൊ ഇത് വന്നിട്ട് ആക്ച്വലി ഒരു ബ്രായാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ടോപ്പ് ലുക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സാരിയുടെ കൂടെ ബ്ലൗസ് ആയിട്ട് തന്നെയാണ് വിയർ ചെയ്യുന്നത്. ബ്ലാക്ക് സാരിയുടെ കൂടെ ഇത് വിയർ ചെയ്തിട്ട് ഈ സെയിം പ്രിന്റിലുള്ള ഒരു ചെരുപ്പ് ഉണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ കൂടെയാണ് ഞാൻ പെയർ ചെയ്യാറുള്ളത് നോർമലി. എന്താ ചെയ്യാൻ എന്റെ ബുദ്ധിയെ. അപ്പം ഇത് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്, 3 ഹുക്സ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ്. മറ്റേ ഈ ലൈൻ കാണാത്ത എന്തോ പാൻറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സെറ്റപ്പിലുള്ള മെറ്റീരിയൽ ആയത് ഇട്ടിട്ടുണ്ടെന്നുള്ളത് വെളിയിൽ കാണത്തില്ല, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു പുലിയുടെ പടം ഇടാം അങ്ങോട്ട് കമന്റിൽ, നോക്കട്ടെ ഞാൻ. ഓക്കെ ഗായ്സ്, സോ ഇത് ലാസ്റ്റ് ആണ്, ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഇനിയും ഞാൻ കളക്ഷൻ കൂട്ടാൻ, അല്ല ഒരെണ്ണോടുണ്ട്, തീർന്നില്ല, ഒരെണ്ണോടുണ്ട്. നിൽക്കവിടെ ഒരു റെഡ് ഐറ്റം ഉണ്ട്, മെയിൻ ഐറ്റം ഇറക്കിയില്ല, അതുവരെ ഞാൻ ഇട്ടില്ല, പുതിയതാ. ഇതും പുതിയതാണ് കേട്ടോ, വാങ്ങിച്ചിട്ട് കുറേ നാളായി ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇടാനുള്ള ഒക്കേഷൻസ് ഒന്നും കിട്ടിയില്ല. ഇടാനുള്ള ഒക്കേഷൻ കിട്ടുമ്പോൾ സാധനം എൻ്റെ കയ്യിൽ കാണത്തില്ല, സാധനം കയ്യിലുള്ളപ്പോൾ ഒക്കേഷൻ കാണത്തില്ല. ഇതാണ് എൻ്റെ തലവിധി. അപ്പോൾ എനിവേ ഇപ്പോൾ ഒക്കേഷൻ കിട്ടി, ഞാൻ ഇട്ടു. നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ എൻ്റെ ഒരു കറുത്ത കളർ ഒരു ബ്രാലറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചിരുന്നു എന്ന്. അപ്പം അതിനകത്ത് ഇതുപോലെയായിരുന്നു സ്ട്രാപ്പ് വന്നിരുന്നത്. അത് നല്ലതായിരുന്നു, കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ബസ്റ്റൊക്കെ ഉള്ളതുപോലെ, നമുക്ക് കുറച്ച് ഇങ്ങനെ എന്തൊക്കെയോ ഉള്ളതുപോലെയൊക്കെ തോന്നിപ്പിക്കും. ചുമ്മാ എല്ലാം തോന്നൽ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്.
നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്കിങ്ങനെ ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാം. നല്ല സുനിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടെ. അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 15 16 എന്തെങ്കിലുമൊക്കെ എഴുതിയിട്. ഗൈസ്, അപ്പോൾ ഈ സെക്ഷനിലുള്ള ലാസ്റ്റ് വൺ ഇതാണ് ഗൈസ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ഇതാണ്. എനിക്ക് പറഞ്ഞല്ലോ, ഡീപ്പ് നെക്കൊക്കെ വരുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു പാറ്റേൺ ആയിട്ടാണല്ലോ വരുന്നത്. ഈ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഡ്ജസ്റ്റബിൾ സ്റ്റാപ്പാണ് വരുന്നത്. ലൈക്ക് ബ്രാലറ്റ് പോലെ തന്നെ ഇടാം. ബ്രാ അല്ല ഇത്, ബട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നും. ഒരു ബീച്ച് വെയർ സാധനമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സാരിയുടെ കൂടെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാം, ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ട്, ഫോട്ടോയിൽ കണ്ടതിനേക്കാളും കൊള്ളാം ഇത് വന്നപ്പോഴത്തേക്കിനും. എന്തായിരുന്നാലും എൻ്റെ കളക്ഷൻ സെക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം ശരി, എന്നാൽ അടുത്ത എന്തെങ്കിലുമൊക്കെ കളക്ഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക ഗൈസ്. 2 ബിക്കിനി ഇരിപ്പുണ്ട്, നമുക്ക് അതുകൊണ്ട് അങ്ങ് വീഡിയോ ചെയ്യാം. എന്ത് പറയുന്നു, നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക, ഞാനും ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പം ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ, സി യു. അടുത്ത വെറുപ്പിക്കലുമായിട്ട് വരുന്നത് വരയ്ക്കും. ദിസ് ഇസ് മീ രേവതി, സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി.